ഈ ഹാപ്പിനെസ്സിൽ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഗോൾഡൻ മെലഡി റൗണ്ടിൽ പാടാൻ വരുന്നു സൂപ്പർ ബോയ്സ് ടീമിന്റെ ക്യാപ്റ്റൻ വാലിട്ടെഴുതിയ നീലക്കടക്കണ്ണിൽ മീനോ ഇളമാനോ, വാലിട്ടെഴുതിയ നീലക്കടക്കണ്ണിൽ മീനോ, ഓലഞ്ഞാലി കുരുവിയോ കൂടുകൂട്ടും പുളകമോ, പീലി വീശിയാടും അമയിലോ. വാലിട്ടെഴുതിയ നീലക്കടക്കണ്ണിൽ മീനോ ഇല്ലം നിറ 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 വല്ലം നിറ ചൊല്ലും കിളി വിഷുക്കണി കന്നിക്കിളി. ഇല്ലം നിറ 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 വല്ലം നിറ ചൊല്ലും കിളി വിഷുക്കണി കന്നിക്കിളി. തുമ്പിലകൾ പെണ്ണിനി കുമ്പിളുകൾ തുന്നുമോ, നാൾതോറും മാറ്റേറും ഈയോമൽ പെണ്ണിന്റെ യൗവനവും പ്രായവും പൊതിഞ്ഞൊരുങ്ങുവാൻ. വാലിട്ടെഴുതിയ നീലക്കടക്കണ്ണിൽ മീനോ, ഓലഞ്ഞാലി കുരുവിയോ കൂടുകൂട്ടും പുളകമോ, പീലി വീശിയാടും അമയിലോ. വാലിട്ടെഴുതിയ നീലക്കടക്കണ്ണിൽ മീനോ. പൊന്നുംകുല നിറപറ വെള്ളിത്തിര നാദസ്വരം തകിലടി താലപ്പൊലി. പൊന്നുംകുല നിറപറ വെള്ളിത്തിര നാദസ്വരം തകിലടി താലപ്പൊലി. നാലു നില പന്തലിൽ താലി കെട്ടും വേളയിൽ നിന്നുള്ളിൽ നിൻ കണ്ണിൽ നിന്മയിൽ ഞാൻ തേടും ആദ്യരാവിൻ നാണവും തുടർക്കിനാക്കളും. വാലിട്ടെഴുതിയ നീലക്കടക്കണ്ണിൽ മീനോ, ഓലഞ്ഞാലി കുരുവിയോ കൂടുകൂട്ടും പുളകമോ, പീലി വീശിയാടും അമയിലോ. വാലിട്ടെഴുതിയ നീലക്കടക്കണ്ണിൽ മീനോ. വെരി നൈസ്, അടിപൊളി, സൂപ്പർ സൂപ്പർ വണ്ടർഫുൾ സൂപ്പർ. ക്യാപ്റ്റൻ എന്തോ അടിപൊളിയായി പാടിയെന്ന് എല്ലാരും പറഞ്ഞു പാടിക്കഴിഞ്ഞപ്പോ.
എല്ലാരും ഏ സൂപ്പർ എന്നൊക്കെ പറഞ്ഞല്ലോ, ഞാൻ കേട്ടു നിങ്ങൾ പറയും. ഞാനും കേട്ടു. ഇല്ലേ? അപ്പിന്നെ ഒന്നും പറയാൻ പറ്റില്ല കേട്ടാ. എങ്ങനെയുണ്ട് ക്യാപ്റ്റനായിട്ട്? ഞാൻ കുറെ ടെൻഷൻ ഫ്രീ ആയിട്ട് പാടി. വെരി ഗുഡ്. ഗ്ലൂട്ടൻ ഫ്രീ എന്നൊക്കെ പറയുന്ന ടെൻഷൻ ഫ്രീ ആയിട്ട് പാടി ആണ്. അയ്യോ, Okay, ഇത്രയും പേരുടെ ആ ഒരു ക്യാപ്റ്റന്റെ, ഇത്രയും പേരുടെ ഒരു ക്യാപ്റ്റൻ ആണല്ലോ, അത് ഭയങ്കര ഒരു ബേർഡൻ ആവുന്നുണ്ടോ ഇപ്പൊ? ഒട്ടുമില്ല. ഇല്ല അല്ലെ? എങ്ങനെയുണ്ട് കുട്ടികളൊക്കെ? അവർ സൂപ്പർ, അവർക്കൊന്നും പറയണ്ട. അവർ സൂപ്പറാണ്. കുരുത്തക്കേടുണ്ടോ? ഓ ഒന്നുമില്ല. ഇല്ല. എസ്പെഷ്യലി ഗോവിന്ദും ഫാഹിസ് ഒരു കുരുത്തക്കേടില്ല. ഒന്നുമില്ല. അത് എടുത്തു പറഞ്ഞ സ്ഥിതിക്ക് അതെ, പ്രത്യേകിച്ച് രണ്ടുപേരുടെ പേരെടുത്ത് പറഞ്ഞത് ഞങ്ങൾ എന്തോ ചീഞ്ഞു മാറുന്നു. അതെന്താണ് യശ് അങ്ങനെ പറഞ്ഞത്? അല്ലെ, ഗോവിന്ദ് ഇവിടെ പാടാൻ വന്നപ്പോഴേക്കും ഗോവിന്ദിനെ സപ്പോർട്ട് ചെയ്യാൻ യശിനെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. യശ് ഇവിടെ വന്നിട്ട് പറഞ്ഞു പ്രത്യേകിച്ച് ഗോവിന്ദും ഫാഹിസും. എന്താടാ അത്? നല്ല അഭിപ്രായമാണ് പറഞ്ഞതല്ലേ, ക്യാപ്റ്റൻ കില്ലാടിയാണ്. ക്യാപ്റ്റൻ കില്ലാടിയാണ്. അവനെ കുറിച്ച് എന്തെങ്കിലും പറയണവനോ പൊക്കി അടിച്ചു വിട്ടതാണ് നൈസായിട്ട്. ഓക്കെ, ചോദിക്കാം പാട്ട് എങ്ങനെയുണ്ടായി? ശരത് സാർ. യശ് സർ, ആദ്യം ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയൂ. പാട്ട് കമ്പോസ് ചെയ്തത് ഇളയരാജ സർ, ആഹാ, വരികൾ ബിച്ചു തിരുമല സർ, സൂപ്പർ. പാടിയത് KJ യേശുദാസ് സർ, S ജാനകി അമ്മ. പടം ഒന്നാണ് നമ്മൾ. ഒന്നാണ് നമ്മൾ. യശ് നമ്മളെല്ലാരും Okay. ഒന്നാണ്. നമ്മളൊക്കെ ഒന്നാണ്, ആരും രണ്ടല്ല. മനോഹരായിട്ട് പാടി, താങ്ക് യു സർ. ബ്യൂട്ടിഫുൾ ആയിട്ട്. താങ്ക് യു. ആസാദ് വേറെ കാര്യം, നമ്മൾ എന്താ പറയുക, മനസ്സിന് കുറെ സന്തോഷം തോന്നി യശ് ഇന്ന് പാടുന്നത് താങ്ക് യു സർ. കാണുമ്പോഴും കേൾക്കുമ്പോഴും. ഞാൻ ആ മുട്ടിലോട്ട് നോക്കിയിരുന്നു വളയുന്നുണ്ടോ എന്ന്. അയ്യോ, എന്നാ അവിടെ വന്ന് ഇടിച്ചാനേ. പക്ഷെ അതിമനോഹരമായിട്ട് പാടി യശ്. താങ്ക് യു സർ. ആ പാട്ട് കിട്ടേണ്ട ഒരു എന്താ പറയണ്ട, അതിന്റെ ഒരു വികാരമുണ്ട്. സൂപ്പർ. എന്തൊരു കോമ്പസിഷനാണ്. ഓ, ഇത് ഏത് വർഷത്തിൽ ഉണ്ടാക്കി വെച്ചേക്കുന്ന അദ്ദേഹം. ഒരു നിവൃത്തിയില്ലാത്ത ഒരു മനുഷ്യനാണ് രാജാ സാർ. പറഞ്ഞിട്ടൊരു കാര്യമല്ല. അതിൻ്റെ ഒരു ഓർക്കസ്ട്രേഷൻ എന്ത് ഫ്രഷാണ്, എന്തൊരു പുതുമയാണ്. അതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്നൊരു മൈനറിലേക്ക് ഒരു ജമ്പ്, ആ ആലാപ്പ്. ശ്രേയ നന്നായിട്ട് പാടി. ശ്രേയ പിന്നെ എനിക്ക് ആ ശ്രേയ പാടി അവിടെ നിന്നൊരു ബെൻഡുണ്ട് കേട്ടോ, ആ മൈനർ ആലാപ്പിൽ. അവിടെ കൊണ്ട് ഷഡ്ജം കൊണ്ട് അവിടെ നിർത്തുകയല്ല, അതൊന്ന് ബെൻഡ് ചെയ്യണം. അത് കുഴപ്പമില്ല, അതൊരു തെറ്റല്ല. എന്നാലിരുന്ന് രാജാ സാറിൻ്റെ ആയതുകൊണ്ട് പറഞ്ഞതാ കേട്ടോ. അത് കണക്ട് ചെയ്തേക്കുന്നത് പെട്ടെന്ന് ആ വലിയ ഗാന്ധാരത്തിലേക്ക് വരുന്നത് എന്ത് ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. അതിമനോഹരം. ഞാൻ അതൊക്കെയാണ് ഓർത്തിരുന്നത്. ഞാൻ രാജാ സാറ് ഈ സമയത്ത് എന്തൊക്കെ ചെയ്തേക്കുന്നത് അദ്ദേഹം മ്യൂസിക്കിൽ. പക്ഷെ ഒരു നിവൃത്തിയില്ലാത്ത എനിക്കൊന്ന് നമ്മൾ ഈ സീനിയർ സീസണിൽ ഏറ്റവും കൂടുതൽ പാട്ടുകൾ ഇപ്പൊ കേട്ടത് രാജാ സാറിന്റെ. ഇന്ന് എല്ലാ പരീക്ഷണങ്ങളും നടത്തി, ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് നമ്മൾ പറയത്തില്ല. ഏത് കഥ എടുത്താലും മഹാഭാരതത്തിനും രാമായണത്തിലും ഒക്കെ ഉള്ളത് തന്നെയാണ്. അതുപോലെ ഇപ്പോൾ ഏത് ട്യൂൺ എടുത്താലും രാജാ സാറിൻ്റെ ഒക്കെ അവിടെ ഇവിടെയൊക്കെ ഉള്ളത് തന്നെ ആയിരിക്കും. കാര്യം അങ്ങനെ ഒരു മനുഷ്യൻ, അതായത് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് ജീവിച്ചിരിക്കാൻ പറ്റുന്നു എന്നുള്ളത് ഒരു മഹാഭാഗ്യമായിട്ട് കരുതുന്നു. കാര്യം ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഫൈനസ്റ്റ് കമ്പോസേഴ്സിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ. കാര്യം എല്ലാം ചെയ്യുന്ന ഒരാൾ. എല്ലാവരും കൂടി ഈ ഫുട്ബോൾ മാച്ച് പോലെയല്ല മ്യൂസിക് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ തലേന്ന് വരുന്നതാണെല്ലാം. അപ്പം അത് പറയാതിരിക്കാൻ വയ്യ, വേറൊന്നുമില്ല. അപ്പം യശേ അടിച്ച് പൊളിച്ച് തകർത്തു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. താങ്ക് യു ശരത് സർ. ഷാനിക്ക. യശ് സർ, ഗംഭീരായിരുന്നു. താങ്ക് യു സർ. താങ്ക് യു. നത്തിങ് ഷോർട്ട് ഓഫ് ദാറ്റ്. സി, ഈ പാട്ട് അങ്ങനെ ഈസിലി അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ടല്ല. കാരണം കുറേ കുണുക്കുകളും കുറേ പ്ലാൻസും ഉണ്ട്. ഒരു വാക്കിൽ തന്നെ കുറേ കടകടന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്ന പരിപാടികൾക്കാണ് ഒക്കെ യശ് ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തത് കേട്ടോ. താങ്ക് യു സർ. അത് കേൾക്കുമ്പോൾ ഭയങ്കര ഈസി ആയിരിക്കാം, പക്ഷെ ഇറ്റ്സ് എ വെരി ടഫ് സോങ്. കാരണം എല്ലാത്തിലും കുറേ പരിപാടികളുണ്ട് രാജാ സർ ചെയ്തു വെച്ചേക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതുപോലത്തെ ഇന്ത്യസ് വൺ ഓഫ് ദ ഫൈനസ്റ്റ് കമ്പോസേഴ്സ് അങ്ങനെ വേണം രാജാ സാറിനെ പറയാൻ. കാരണം കോൺസേർട്ട് എന്നൊക്കെ പറയുന്നത് അത് വേറെ ലെവലാണ്. രാജാ സാറിൻ്റെ കോൺസേർട്ടും ഷോസൊക്കെ ഒന്ന് എപ്പോഴെങ്കിലും ചാൻസ് കിട്ടുമ്പോൾ അദ്ദേഹം ചെയ്യുമ്പോൾ ഒന്ന് പോയിട്ട് കാണണം കേട്ടോ. അതെല്ലാവരും കാണണം. നമുക്കൊക്കെ അതൊരു ഭയങ്കര ഒരു ഇതായിരിക്കും. അത് മാത്രമല്ല ഷാനെ, ഈ ഓർക്കസ്ട്രക്കാർക്ക് വരെ ടെൻഷനുമാണ്. എന്തെങ്കിലും എവിടെങ്കിലും തെറ്റി അവിടെ നിർത്തി അത് ശരിയാക്കിക്കും. അങ്ങനെ ഒരു സ്വഭാവം കൂടെ ഉണ്ട് ലൈവില് ഷോയില്. ആൻഡ് അഗൈൻ ശ്രേയ ഉഗ്രനായിരുന്നു കേട്ടോ. എസ്പെഷ്യലി ആ ഒരു സെക്കൻഡ് ബീജിയിൽ വേറെ റൂട്ടിലൊക്കെയാണ് പോകുന്നത്. അതൊക്കെ നന്നായിട്ട് പാടി. അതിന്റെ മൈനറിന് പിന്നെ അതും മേജറിലേക്ക് വരുന്നു. അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. അതൊക്കെ എന്തൊരു കമ്പോസർ, വേറൊന്നും പറയാനില്ല. ദാറ്റ്സ് ഇറ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ചേച്ചി. യശ് മാം, ഫാന്റാസ്റ്റിക്. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. നല്ല പാട്ട് സെലക്ഷൻ, അതേപോലെ നന്നായിട്ട് പാടി. ഒരു ഹിന്ദി മലയാള ഭാഷ ഒരുപാട് വശമില്ലാതെ വന്ന ഒരാളാണ് യശ്.
അതിപ്പം വൃത്തിയായി, നല്ല ഭംഗിയായി, കേൾക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു. Thank you so ആദ്യം much. വന്നപ്പോ എനിക്ക് തോന്നുന്നു ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു ഇതിന്റെ മേലെ അല്ലെ, ഭാഷയില്. ചെയ്തു. കാരണം മലയാളമാണ് ആദ്യം പറഞ്ഞിരുന്ന കുറച്ച് കാര്യങ്ങൾ. മലയാളം ഒന്ന് കുറച്ചുകൂടി യശ് സംസാരിക്കുമ്പം പോലും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആദ്യം. ഇപ്പം വളരെ ഇവരൊക്കെ കൂടെ മലയാളത്തിൽ സംസാരിച്ച് യശിനെ ഒരു വഴിയാക്കി അതെ, അതെ. അല്ലേ? അതെ. അത് ഇപ്പം നന്നായി. നമുക്കിപ്പം എന്താ പറയാ, യശലും ഒരു ക്യാപ്റ്റനെയും ഇവരൊക്കെ കൂടെ മാറ്റിയെടുത്ത് നല്ലൊരു ക്യാപ്റ്റനാക്കി മാറ്റി. പറയൂ സാർ, പറയൂ. അതെ. ഞാൻ യശും റൂംമേറ്റ്സ് ആണ്. ഓ, കഴിഞ്ഞ ഷെഡ്യൂളും ഈ ഷെഡ്യൂളും. ആ, ആ. യശു ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യും. ഇപ്പം ഈ പ്രാവശ്യത്തെ ഈ ഒരു സമയത്ത് ഗ്രൂമിങ്ങിന്റെ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്ക് ആകെ ഈ ഭയങ്കര ചുമയൊക്കെ ആയിട്ട് ആകെ സ്ട്രഗിൾ ചെയ്യുന്നൊരു സമയം ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് എപ്പോഴും ഒരു കൂൾ നേച്ചർ ആയതുകൊണ്ട് ആളതിനൊക്കെ ഫേസ് ചെയ്ത് രാവിലെ ആകുമ്പോൾ ആള് ചൂടുവെള്ളം ഉണ്ടാക്കും. ഞാൻ രണ്ടുപേരും കുടിക്കൂ. ഞങ്ങളുടെ റൊട്ടീൻ അങ്ങനെ, ഞങ്ങളൊരു 5 മണിയാകുമ്പോൾ ഷൂട്ടുള്ള സമയത്ത് എണീക്കും. അപ്പം യശ് ചൂടുവെള്ളം ഉണ്ടാക്കും, ഞാൻ ബാത്റൂമിൽ പോകും. അല്ല, അതുകൊണ്ട് യശ് ഭയങ്കര കൂളാണ്. യശിന്റെ കൂടെ എന്നാലും ഞാൻ നിൽക്കുക, രാവിലെ ചൂടുവെള്ളം ഉണ്ടാക്കി ഞാൻ ഉദ്ദേശിച്ചത് അല്ല, അത് കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങുമ്പോ എനിക്ക് ചൂടുവെള്ളം തന്നിട്ട് യശ് ബാത്റൂമിൽ പോകും. അങ്ങനെയാണ് ഞങ്ങളുടെ റൊട്ടീൻ എന്ന് പറയാനാണ് ഉദ്ദേശിച്ചത്. അല്ല, ഈ കുടിക്കാനുള്ള ചൂടുവെള്ളല്ലേ? അതന്നെ അത് മാത്രം പറയുന്നില്ല. സോറി, പറഞ്ഞു വന്നപ്പോ റൂട്ട് മാറിപ്പോയതാ. വല്ല ചായ ഉണ്ടാക്കി തരുമോ? അങ്ങനെ ചായ ഉണ്ടാക്കി തരും. ചായയുടെ ഒക്കെ എല്ലാ അടിമപ്പണി എടുപ്പിക്കാനാ കൂടെ നിർത്തിയിരിക്കുന്നത്. അല്ല, ചായയൊക്കെ ഇട്ട് തരും. ഞാൻ ചോദിക്കും, രാഹുൽ ചായ ഉണ്ട് വേണോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ചായ കൊണ്ട് തരും. എല്ലാ കാര്യങ്ങളും നല്ല റൂംമേറ്റാണ്. എന്തായാലും യശിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണെന്നുള്ളതിൽ സന്തോഷമുണ്ട്. എന്നാലും അതിൽ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഒരാൾ യശിനോട് ആരെങ്കിലും ചോദിക്കാറുണ്ടോ ചായ വേണോന്ന്? വെള്ളം വേണോ? ഞാൻ പകരം ആവി പിടിക്കാനുള്ള മെഷീൻ, അങ്ങനെയുള്ള മെഷീനോ? അല്ല, ആവി പിടിക്കുന്ന യന്ത്രം, മറ്റേ ആവി പിടിക്കുന്ന മെഷീൻ അതൊക്കെ പകരം ഞങ്ങൾ അങ്ങനെ ഷെയർ ചെയ്തു. ചൂടുവെള്ളം തരുമ്പം മെഷീൻ കൊടുക്കും. സത്യം. യശ് എന്തായാലും ആ പാട്ടിനകത്ത് വളരെ നല്ല ഒരു നല്ല മനസ്സിന്റെ ഒരു ഉടമ അത് ഉടനീളം ആ പാട്ടിനകത്തുണ്ടായിരുന്നു. നല്ല ഭംഗിയായിട്ട് ഫീലോടെ പാടി. ബ്യൂട്ടിഫുൾ സിംഗിങ്, നല്ല സെലക്ഷൻ ഓൾസോ. ഇനിയും മുന്നോട്ട് നല്ല നല്ല രീതിയിൽ പാടാൻ സാധിക്കട്ടെ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. ഞങ്ങൾ വെയിറ്റിംഗ് ഫോർ ദാറ്റ് ഡപ്പാങ്കൂത്ത് സാധനം ഫ്രം യു. അപ്പൊ അതൊരു ഫാസ്റ്റ് ബീറ്റ് ഒരു സാധനം എന്തായാലും നെക്സ്റ്റ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. യശ് ഇപ്പൊ എന്തായാലും നന്നായിട്ട് മലയാളം പഠിച്ചല്ലോ. എനിക്ക് ഹിന്ദി അറിയില്ല. ഹിന്ദി പഠിപ്പിക്കോ? ശരത് സാറിന് ഹിന്ദി അറിയോ? ഒന്നും അറിഞ്ഞോളാം. എനിക്ക് അറിയാൻ ചെയ്തു. ശരത് സാർ ഹിന്ദി തുമാരാ നാം കോൻ ഹൈ? അതൊക്കെ അറിയാം. അത് മാത്രമേ എനിക്ക് അറിയുള്ളൂ, വേറെ ഒന്നും അറിയില്ല. ഹിന്ദി പഠിപ്പിക്കോ? പഠിപ്പിക്കാം. ഒന്ന് ആങ്കർ ചെയ്യണം സൂപ്പർ സ്റ്റാർ. കാരണം ഇനിയിപ്പോ ചെലപ്പോ ഇപ്പൊ ഓൾറെഡി സൂപ്പർ സ്റ്റാർ ഹിറ്റ് ആണ്. എന്നെ പുറത്ത് ഷോയിലോട്ടൊക്കെ ഇനി ആങ്കർ ചെയ്യാൻ വിളിച്ചാലോ? അങ്ങനെ ആകുമ്പോ നമുക്ക് കൊള്ളാവുന്ന ഒരാളെ വെക്കാം. ഹിന്ദിയിൽ നമുക്ക് ഈ ഷോ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആജ് കി ഷാം സുറോ കെ നാം. എന്താ? ഓ വാവ്, സാറിന്റെ കാര്യം പറഞ്ഞാ തുടങ്ങി. ആജ് കി ഷാം. ആജ് കി ഷാം ഈവനിങ്. ഷാം. ആജ് കി ഷാം സുറോ കെ നാം. സുറോ കെ നാം. ഒന്ന് പറയാം. ഓക്കെ, കൊറേ ഇനിയും ഉണ്ട്. ആണോ? ആജ് കി ശ്യാം. ശ്യാം അല്ല, ശ്യാം. ശ്യാം. ആജ് കി ശ്യാം. നമുക്കൊരു ദേവിയോ സജ്ജനോ വെച്ച് തുടങ്ങിയാലോ? അത് കഴിഞ്ഞിട്ടാണ്. പ്രാർത്ഥനയാണോ? ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. ലേഡീസ് ആൻഡ് ഓ, ജെന്റിൽമെൻ. അങ്ങനെ ഞാൻ കേട്ട എന്തോ ദൈവം എന്തോ. आज की शाम, आज की शाम सुरों के नाम, सुरों के नाम. देवियों और सज्जनों. എന്താ? അതായത് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, देवियों देवियों और सज्जनों और सज्जनों और അതായത് और सज्जनों. പറയ്. ഒന്ന് ഫ്ലോയിലൊന്ന് പറഞ്ഞേ കേക്കട്ടെ. देवियों और सज्जनों, सुपरस्टार सीनियर्स के एक. പ്രേക്ഷകരോട് പറയൂ. യശ്. देवी और सज्जनों, सुपरस्टार सीनियर्स के एक ब्रांड न्यू एपिसोड में आप सभी का फिर से स्वागत है. പക്ഷെ പ്രേക്ഷകർക്ക് മലയാളമാണല്ലോ വേണ്ടത്. അല്ലേ? കണ്ടോ, അവർക്ക് മലയാളമാണ് വേണ്ടത്. നമുക്ക് പയ്യെ പഠിക്കാം. ഓക്കെ, എന്റെ നെക്സ്റ്റ് ടൈം ഞാനത് കറക്റ്റ് ആയിട്ട് ചെയ്യും. ഓക്കെ ഗുരു, താങ്ക് യു.
പഠിപ്പിക്കണേ എന്നെ. ഡൺ ഡൺ. സാർ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് യശിനോട് ചോദിച്ച് നമുക്ക് തീർച്ചയായിട്ടും, പഠിക്കാം. ഈ തീർച്ചയായിട്ടും. സീസൺ തീരുന്നതിന് മുന്നേ നമുക്ക് സെറ്റ് ചെയ്യാം. മിക്കവാറും നമുക്ക് ഇനി ഹിന്ദി ഡിക്ഷൻ ഒക്കെ നമുക്ക് യശിനോട് തന്നെ ചോദിക്കാം. അതെ അതെ പാട്ടുകളുടെ. അതായിരിക്കും അതെ നല്ലത്. കറക്റ്റ്. ഷാനിക്ക് യശ് അത് കറക്റ്റ് ആണോ Yes, ചോദിച്ചാൽ മതി. correct ആണ്. ഓക്കെ, മാർക്സ് ചോദിക്കാം. ചേച്ചി യഷിന് ഈ പെർഫോമൻസിന് 8.6. താങ്ക് യു മാം, താങ്ക് യു. താങ്ക് യു ചേച്ചി. ശരത് സർ യശേ യെസ് സർ. മാർക്ക് കുറച്ച് കുറവാ, എങ്കിലും ഞങ്ങൾക്ക് കുറെ ഇഷ്ടമായി. അതെ. ഓക്കെ സർ. 9 മാർക്സ്. ഓ താങ്ക് യു ശരത് സർ. താങ്ക് യു സർ. ഷാനിക്ക ഇടനായി പോയി പറയണമെന്നുണ്ട് എനിക്ക്. ഓക്കെ, സോ ടോട്ടൽ 17.6. താങ്ക് യു. അടിപൊളി ക്യാപ്റ്റൻ. ജഡ്ജസ് അടുത്തത് പറയൂ. നമ്മൾ കാത്തിരുന്നൊരു പെർഫോമൻസിലേക്കാണ് നമ്മൾ പോകുന്നത്. ആണോ? തോന്നി. അതെ, ഉം. ഫാസ്റ്റ് ബീറ്റ് റൗണ്ട് ആണ്. പാടാൻ വരുന്നത് ഉം. നമ്മുടെ സൂപ്പർ ഗേൾസിന്റെ ക്യാപ്റ്റൻ അർച്ചന. पटना की पट्टी पढ़ा के बाबू पंजाबी दुपट्टा ഇപ്പൊ ക്യാപ്റ്റൻ, നമുക്ക് ഈ റിയാലിറ്റി ഷോയിൽ നമ്മളങ്ങ് എടുത്തു പോവുകയാണ്. ഈ നിർത്തിയിട്ട് പിന്നെ ഒന്നും കൂടെയുള്ള പരിപാടി നമ്മൾ ഒരിക്കലും സമ്മതിക്കാത്തതാണ്. ഇതിപ്പം നമ്മളൊന്ന് തുടക്കമായത് കൊണ്ട് ഒന്ന് ക്ഷമിച്ചു വിടുകയാണ്, ഒരു ക്യാപ്റ്റൻ ആയതുകൊണ്ടും. അത് ആരും അത് ഇനി അങ്ങനെ വന്നാൽ നമ്മളത് സമ്മതിക്കത്തില്ല. അപ്പോൾ അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ പോകും, ഞങ്ങൾ മാർക്കും കുറയ്ക്കും, അതേ ഉള്ളൂ. കാര്യം അതൊരു നല്ല പരിപാടി തന്നെ. നമ്മൾ കാര്യം 2007 മുതൽ നമ്മൾ അത് തന്നെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. നിർത്തിയതാണ്. അപ്പം അത് നിർത്തിയാലും പാടിക്കോളൂ, എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പാടുക. നിങ്ങൾക്ക് ആ സമയത്ത് നമുക്ക് തോന്നുന്നൊരു ബുദ്ധിയില്ലേ, അതല്ലേ ഈ പ്രായോഗിക ബുദ്ധി എന്ന് പറയുന്നത്. അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. എത്രയോ പേരെ എങ്ങനെയൊക്കെ മറന്നു പോയിട്ട് അത് സ്റ്റേജ് അത് മാനേജ് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് അതാ കേൾക്കോളൂ. വേണ്ടത്. അതൊക്കെ ഇടയിൽ കയറുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഡാൻസ് ചെയ്യുക, മറന്നു പോകുന്നതൊക്കെ നമുക്ക് എല്ലാവർക്കും പറ്റുന്നതാണ്. പക്ഷെ നമുക്ക് റിയാലിറ്റി ഷോയിൽ സമ്മതിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആരും ഇനി ഈ പരിപാടി നമ്മൾ സമ്മതിക്കത്തില്ല. അതൊന്ന് പറഞ്ഞതാ. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ അതൊക്കെ മറന്നിട്ട് അടിച്ച് പൊളിക്ക് കേൾക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മതമാണല്ലോ നമ്മളൊരു ട്രൈ കൂടി ചെയ്യുന്നതിന്? നിങ്ങൾക്ക് ആർക്കെങ്കിലും എതിരുണ്ടെങ്കിൽ കൈവെക്കാം, നമ്മൾ സമ്മതിക്കത്തില്ല. ഇതാ പാടിയത് നിർത്തിയിട്ട് ഞങ്ങളൊരു മാർക്ക് ഇടും, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ഇതിന് അവസരം കൊടുക്കരുതെന്ന് ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ ഒന്ന് ഒരു വിരൽ ചൂണ്ടിയാൽ മതി. നമുക്കത് ഞങ്ങൾ കൊടുക്കത്തില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മതമാണെങ്കിൽ മാത്രം ഒരു ചാൻസും കൂടെ ഞങ്ങൾ കൊടുക്കും. എല്ലാവരും സമ്മതമാണ്, എല്ലാവരും ഒക്കെയാണ്. ഇനി ആർക്കും ഈ അവസരം കൊടുക്കത്തില്ല. അതും കൂടെ ഈ ഒരു അവസരത്തിൽ നമ്മൾ ഇത് ഊന്നി പറയുകയാണ്. ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്. അത്രേ ഉള്ളൂ. എന്തൊക്കെയാലും ഇതൊന്ന് അറിയിക്കാനുള്ള ഒരു അവസരമായിരിക്കും നമുക്ക് ദൈവം തന്നത്. അപ്പോൾ നിർത്തിയാൽ കുഴപ്പമില്ല, അടുത്ത എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാൻ നോക്കുക, എല്ലാത്തിലും വിടുക, അതിനുള്ള മാർക്ക് തരും, അത്രേ ഉള്ളൂ. അല്ലാതെ ഇതൊരു വലിയ തെറ്റല്ല. നമുക്ക് റിയാലിറ്റി ഷോയിൽ അത് ഞങ്ങൾക്ക് സമ്മതിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. കലക്ക് ക്യാപ്റ്റൻ. താങ്ക് യു. पटना की पट्टी पढ़ा के बाबू पंजाबी दुपट्टा दिला के बाबू कोल्हापुर वाली मिर्ची जगा के कोलकाता की मिष्टी खिला के दे गया क्या धोखा दे गया रे। धोखा दे गया रे, धोखा दे गया रे। मला लासूय पे मला काहे जला काहे संगू तुला सैया दिखा के गया रे, दिखा के मोहे प्रीत का गुलगुला। सारी बात करी सारी मन गरबा परा भी गया, इत्थे गई
धोखा दे गया रे अरे धोखा 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 दे गया रे धोखा 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 दे गया रे ले गई दिल मेरा ले गई और नया 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 दर्द दे गई रे और गई 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 दर्द दे गई रे साउथ की इटली की लाके दक्षिण का रसम पिला के वो गोरी पतली कमर लचका के दे गई दे गई दे गई क्या धोखा 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 दे गई रे और धोखा 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 ए धोखा 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 और धोखा 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 दे गया रे कुर्बानी मिर्ची जगा के അർച്ചന ക്യാപ്റ്റൻ എന്ത് രസമായിട്ടാ പാടിയല്ലേ, അടിപൊളിയായിരുന്നു. പിന്നെ എന്താ പറ്റിയ ആ സമയത്ത്? മിക്കവാറും സോൺ ഔട്ട് ആയതായിരിക്കും. അത് കുഴപ്പമില്ല, അത് ചോദിക്കേണ്ട കാര്യമല്ല. ഇറ്റ്സ് ഓക്കെ. എന്തിനാ പാർവ അതിനെ കരയിക്കുന്നത്? ഞാൻ കരയിച്ചില്ല സാറേ. കരയാണോ? നീ കരയാണോ ആ, കരയാ. ക്യാപ്റ്റൻ? കണ്ടോ ക്യാപ്റ്റാ? സൂപ്പർ ഗേൾസ്, നിങ്ങളുടെ ക്യാപ്റ്റൻ. ഏയ് അത് സാരില്ല. നിങ്ങളുടെ ക്യാപ്റ്റൻ കരയുന്നെന്ന് പറഞ്ഞപ്പോ എന്തൊരു ക്ലാപ്സ് ആണ്. അത് സാരില്ല, പോട്ടെ. പാറു, ആ ഞങ്ങളുടെ അടുത്തൊക്കെ ചോദിക്ക്, അപ്പൊ അതിന്റെ സങ്കടം തീർത്തു തരാം. ഓക്കെ ശരത് സർ. എന്തോ എന്താ അല്ല അർച്ചനയുടെ പാട്ട് അർച്ചനെ കലക്കി സൂപ്പർ. ആ പാട്ടിന് വേണ്ട ഒരു വികാരം ഉണ്ടായിരുന്നു. അതാ. എനിക്ക് ആകെ ഒരു ഒറ്റ കാര്യം പറയാനുള്ളത്, നമ്മുടെ ഹെഡ് വോയിസിലേക്കുള്ള സ്വിച്ചിങ് ഒന്ന് ശരിയാക്കുക. അത് മാത്രമേ ഉള്ളൂ. മറ്റേ എല്ലാം കിടുക്കാച്ചി കേട്ടോ. വണ്ടർഫുൾ ഡാൻസ് ഒക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഞങ്ങളുടെ ആദ്യത്തെ അതിൽ തന്നെ ഞാൻ ഷാനും തലകുത്തി വീണ്. പിന്നെ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടി കേട്ടോ. ശരി, ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ കേൾക്കട്ടെ. എന്തോ നാടെ നല്ലത് പറഞ്ഞാൽ നിന്ന് ഇത്രയൊക്കെ കള്ളം പറഞ്ഞിട്ട് പിന്നെ കരിയാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ. സോങ്ങിന് വേണ്ടി ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അല്ല, ഈ സോങ്ങിന് വേണ്ടി ബാപ്പിലാഹിരി സാറും കുറെ ഹാർഡ് വർക്ക് ചെയ്തതാ. അതേല്ല മ്യൂസിക്. സാർ ഇത് മറ്റ് ലാംഗ്വേജസ് ഒക്കെ ഉണ്ടായിരുന്നു ഇതിനകത്ത്, മറാത്തി പഞ്ചാബി ഒക്കെ ഉണ്ടായിരുന്നു. അതൊന്നും നമുക്ക് അറിഞ്ഞൂടാ, പറഞ്ഞോ. സാർ അത് പഠിച്ചെടുക്കാൻ ഇച്ചിരി എനിക്ക് അത് കുഴപ്പമില്ല. കോൺഫിഡൻസ് പക്ഷെ ആ ഉണ്ടായിരുന്നു. പാട്ടിന്റെ ഒരു മൂഡുണ്ടല്ലോ. ഇപ്പൊ നമ്മള് എല്ലാ പാട്ടുകളും നമുക്ക് ലാംഗ്വേജ് അറിഞ്ഞില്ലെങ്കിലും നമുക്ക് അതൊരു തരുന്ന ഒരു വൈബില്ലേ. ഇപ്പോ മെക്കായിൽ ഓതുന്നത് ഞാൻ അതിന്റെ ഓഡിയോ കേട്ടിട്ടുണ്ട്. അത് നമുക്ക് തരുന്ന, എനിക്ക് നമുക്ക് അറിഞ്ഞിട്ടല്ല, അത് തരുന്ന ഒരു വൈബുണ്ട്, ഒരു മനസ്സിലൊരു ഭക്തി. അല്ല, അതിപ്പോൾ അത് നമ്മൾ പ്രത്യേകിച്ച് അതാണ്. ഇപ്പം മന്ത്രങ്ങൾ എടുത്താൽ ആ മന്ത്രങ്ങളുടെ ഒക്കെ അർത്ഥം അറിഞ്ഞിട്ടാണോ നമ്മളത് കേൾക്കുന്നത്? അല്ല, അത് തരുന്ന ഒരു വൈബുണ്ട് നമുക്ക്. അതുപോലാണ് ഇത്. ഇപ്പോൾ ഏത് ലാംഗ്വേജ് ആണെങ്കിലും അത് നമുക്ക് തരുന്ന ഒരു, ഞങ്ങൾ തുള്ളിപ്പോയല്ലേ ഇവിടെ നിന്ന്. അതല്ല വേണ്ടത്. ഇപ്പം ഈ നമ്മുടെ ക്യാപ്റ്റൻ പറഞ്ഞുകൊണ്ടാണ് ഇതിനകത്ത് ഇത്ര ഭാഷകൾ കുത്തിക്കയറ്റിയിട്ടുണ്ടോ എന്ന് കാര്യം ഞാൻ അറിഞ്ഞത്. എനിക്കതിനെ പറ്റിയൊരു നമ്മളൊരു പാട്ടായിട്ടില്ല നമ്മളത് കാണും, ഇത് കേട്ടിട്ടുള്ള പാട്ടുമാണ്. അപ്പം എന്തൊക്കെയായാലും പെർഫോമൻസ് നന്നായി കേട്ടോ, നന്നായിട്ട് ചെയ്തു അർച്ചന. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശരത് സർ. ചേച്ചി അസലായി പാടി. എനിക്ക് ഫസ്റ്റ് ലൈൻ അർച്ചന പാടി കേട്ടപ്പോഴത്തേക്ക് തന്നെ ഞാൻ വിചാരിച്ചു, ഓ നല്ല ഡിക്ഷൻ ആണല്ലോ, ഹിന്ദി നന്നായി പാടുന്നുണ്ടല്ലോ, നല്ലൊരു വോയിസ് ടോൺ, വോയിസ് മോഡ്യൂലേഷൻ ഒക്കെ ചെയ്ത് സൂപ്പറായിരുന്നു. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതൊക്കെ സർവ്വസാധാരണയാണ്, നമുക്ക് ചില സമയത്ത് ബ്ലാങ്ക് ഔട്ട് ആവും. അതൊന്നും ഒരു പ്രോബ്ലം ആയിട്ട് എടുക്കണ്ട, ചിന്തിക്കണ്ട. ഇത് പിന്നെ നമ്മൾ ഇത് പറയുന്നതിന്റെ ഒരേ ഒരു റീസൺ, ഇതൊരു കോമ്പറ്റീഷൻ ആയതുകൊണ്ട് മാത്രമാണ്. ഒരു കോമ്പറ്റീഷൻ ആണ്, കുറെ പേര് പാടാനുണ്ട്, അപ്പം അതിൽ കുറെ റൂൾസും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതുകൊണ്ട് മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ അതിപ്പം ഞങ്ങളാണ് പാടുന്നതെങ്കിൽ അർച്ചനയും ഇതേ കാര്യം പറയും, ആ ഒരു പ്രാവശ്യമേ ചാൻസ് തരാൻ പറ്റുള്ളൂ കേട്ടോ എന്നൊക്കെ പറയും. ഇതൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ പറയുന്നത്. അതുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട, നത്തിങ് ടു വറി. ഇതൊക്കെ പാട്ട് ഹാർഡ് വർക്ക് ചെയ്യാന്ന് പറയുന്നത് ഇപ്പം അർച്ചനയ്ക്കുള്ളിൽ അത് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. കാരണം അത്രയും ഇത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പാട്ടാണ്.
കാരണം ഭാഷ ഒന്നാമത് അറിയാത്ത ഭാഷ, അതിൽ പഞ്ചാബി, മറാഠി, ഈ ഹിന്ദി ഇതെല്ലാം കയറി വരുമ്പോഴത്തേക്ക് അത് ബ്രെയിനിന് അതങ്ങോട്ട് എടുത്ത് പ്രോസസ്സ് ചെയ്യാൻ, പിന്നെ ആളല്ലെങ്കിലേ പ്രോസസ്സ് ചെയ്യാൻ കുറച്ച് സ്ലോ ആ. അന്ന് ഗെയിം കളിക്കുമ്പോഴേ പറഞ്ഞു ഞാൻ കുറച്ച് സ്ലോ ആയിട്ടാണ് പ്രോസസ്സ് ചെയ്യുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല, ഞങ്ങൾ അത് മനസ്സിലാക്കിയിരിക്കുന്നു. അതെ. സോ ഡോണ്ട് വറി. പാട്ടിനെ സംബന്ധിച്ചിടത്തോളം നന്നായി പാടി. താങ്ക് യു മാം. അതും നല്ല വോയിസ് മോഡ്യുലേഷൻ ആണ്. നേരത്തെ നമ്മൾ ഒരു കാര്യം ഇവിടെ പറഞ്ഞിരുന്നു, ഒരു ടൈപ്പ് സോങ് പാടുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമ്മുടെ തന്നെ വോയിസ് നമുക്കൊന്ന് മാറ്റി പ്രയോഗിക്കേണ്ടി വരും. അപ്പോൾ അത്തരത്തിൽ ചെയ്യുമ്പോൾ എങ്ങനെ നിങ്ങൾ ചെയ്യും എന്നുള്ളത്, അപ്പോൾ അത് നല്ലൊരു എക്സാമ്പിൾ ആണത്. അത് മോൾ അസലായിട്ട് ചെയ്തു. വെരി നൈസ് വോയിസ്. ആ ഒരു വോയിസിന്റെ ആ സ്ട്രക്ചർ കൊള്ളാം. ഇറ്റ്സ് വെരി നൈസ്. അതുപോലെ ഞാൻ നോട്ട് ചെയ്തത് ആ പോയിന്റ് സാർ പറഞ്ഞു, ആ ഹൈ പാടുമ്പോഴത്തേക്കുള്ള അത് പെട്ടെന്ന് വീക്കായി പോകും. ആ ഹെഡ് വോയിസ് വരുമ്പോഴത്തേക്ക് അത് പെട്ടെന്ന് ഇപ്പം ബാക്കിയുള്ള വോയിസും ഭയങ്കര ജോറിൽ നിൽക്കുന്നു. അപ്പം അതൊന്ന് ബാലൻസ് ചെയ്ത് പഠിക്കുക. ഈ ഒരു അറ്റംപ്റ്റ്, ഈ ഒരു ഹാർഡ് വർക്ക് സത്യത്തിൽ ഗംഭീരമായിരുന്നു. അർച്ചന നല്ലോണം വർക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ആ വിഷമം വന്നത് മനസ്സിലായി. ഇതുപോലെ ഇനിയും ഹാർഡ് വർക്ക് ചെയ്യുക, നല്ലോണം പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഗോഡ് ബ്ലെസ് യു, ഡോണ്ട് വറി. താങ്ക് യു ചേച്ചി. ഷാനിക്ക, എന്തിനാണ് കരഞ്ഞെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഇത് ഹാർഡ് വർക്ക് ചെയ്തതിന്റെ ഫലം കണ്ടിട്ടാണോ അതോ? പേടിയും കോൺഫിഡൻസ് ഇല്ലായ്മയൊന്നും ഉണ്ടായിരുന്നില്ല. അതെന്താ ഇല്ലാഞ്ഞെന്ന് ഞാൻ ആലോചിക്കായിരുന്നു. കാരണം സാധാരണ എനിക്ക് പേടി ഉണ്ടാവായിരുന്നു. അല്ല സർ, പേടിയില്ലാത്തോണ്ടാ കരഞ്ഞത്. അല്ല സർ, എനിക്ക് പേടി ഇല്ലായിരുന്നു. ഞാൻ ഓക്കെ ആയിരുന്നു. ടീച്ചേഴ്സ് എല്ലാം അവരുടെ വാക്കുകളാണ് എന്റെ മനസ്സിലുള്ളത്. പിന്നെ ഫ്രണ്ട്സും ഇവരൊക്കെ ഭയങ്കര എൻകറേജ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഓക്കെ ആയിരുന്നു. എന്തുകൊണ്ടാണ് എനിക്ക് അത് മിസ്സായത് എനിക്ക് മനസ്സിലാണില്ല. അത് ഓർത്തിട്ടാണ് നീ ഇപ്പൊ കരയണത്? കരച്ചിൽ മാറി. അത് കഴിഞ്ഞു പോയ കാര്യം അല്ലേ? കഴിഞ്ഞു പോയ കാര്യത്തെ ഓർത്തിട്ട് നമ്മൾ ഇനി സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. പാട്ട് അസലായിട്ട് പാടും. കാരണം ഇപ്പൊ സുനിധിയുടെയൊക്കെ ഒരു ത്രോ എന്ന് പറയുന്നത് ഭയങ്കരമാണ്. സുനിധി എനിക്ക് വേണ്ടി പാടിയിട്ടുണ്ട് ഒരു മറാഠി മൂവിയിൽ. അപ്പം സുനിധി എന്ന് പറയുന്നത് ഭയങ്കര ത്രോവും ഭയങ്കര വെർസറ്റൈലൊക്കെ ആയിട്ടുള്ള സിംഗർ. അപ്പം ഇതിന് മുന്നേ അർച്ചന ഏത് പാട്ടായിരുന്നു പാടിയത്? രാജഹംസം. അപ്പൊ അതിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ആണ് ഈ ഒരു സോങ്. അതിന്റെ വോയിസ് കംപ്ലീറ്റ് മാറ്റി വേറെ ഒരു രീതിയിൽ മോഡുലേറ്റ് ചെയ്തിട്ടാണ് അർച്ചന ഇപ്പൊ പ്രസന്റ് ചെയ്തത്. അതിന് ഹാറ്റ്സ് ഓഫ് മോളെ. പ്രത്യേകിച്ച് ആ ദേഗ ആ ക്യാ ഉണ്ടല്ലോ, ആ ക്യാക്ക് കൊടുക്കുന്നൊരു സംബന്ധി ക്യാ, അതൊന്നും അത് എളുപ്പമല്ല അങ്ങനെയൊക്കെ വരുത്തിക്കാൻ. അതൊക്കെ യു ഡിഡ് എ ഗുഡ് ജോബ്. ഓക്കെ, ഞാനിത് ആദ്യമായിട്ടാണ് ഒരു പേപ്പറിൽ ഒന്നും എഴുതായിരുന്നത്. ഒന്നും എഴുതിയിട്ട് ഇതാ നോക്കിക്കോ, നത്തിങ്, ഒന്നും എഴുതിയിട്ടില്ല. നല്ല മാർക്കും ഉണ്ടാവും കേട്ടോ. അപ്സെറ്റ് ആവരുത്, അത്രേ ഉള്ളൂ. വെറുതെ അപ്സെറ്റ് ആയിട്ട് ഇങ്ങനെ ഈ വരി മറന്നു പോവാ, ഇടയ്ക്ക് വെച്ച് നിന്ന് കഴിഞ്ഞാൽ പോട്ടെ, ബാക്കി ജോയിൻ ചെയ്യാം, കംപ്ലീറ്റ് ചെയ്യാം. തുടങ്ങിയ കാര്യം നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ഈ കരച്ചിലുകാരൻ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞായിരുന്നു. ലിറിക്സ് എഴുതിയത് സമീർ അഞ്ചാൻ സാറാണ്. മ്യൂസിക് സാജിദ് വാജിദ് സർ. പിന്നെ പാടിയത് ബപ്പി ലഹരി. ആഹാ, അത് കേൾക്കുമ്പോൾ തന്നെ എന്ത് സന്തോഷം. സുനിധി ചൗഹാൻ മാം, മമത ശർമ്മ മാം. ഗുഡ് ഗുഡ് ഗുഡ്. ഹിമ്മത്ത് വാല മൂവി. വെരി ഗുഡ്. താങ്ക് യു സർ. ശരത് സർ. യെസ്. അപ്പൊ അർച്ചനയ്ക്ക് ഞാൻ 7.5 മാർക്സ് തരുന്നു. താങ്ക് യു ശരത് സർ. ചേച്ചി? അല്ല, മതിയോ? ആ മാർക്ക് മതിയോ? അല്ല, ഒരു വികാരം കൊണ്ടില്ല, അതുകൊണ്ട് ചോദിച്ചത്. അല്ല, സാറിന് എന്താ ഫീൽ ചെയ്തതെന്നാണല്ലോ. എനിക്ക് ഫീൽ ചെയ്ത് വെച്ച 3.5 മാർക്കേ ഉള്ളൂ. അത് മതിയോ? നമ്മുടെ ജനങ്ങൾ എന്ത് വിചാരിക്കും? അത് മതിയോ? പോരാ. അല്ല, സാർ തരുവാണെങ്കിൽ ഞാൻ സ്വീകരിക്കും. എന്നാ 3.5. അത്ര സ്നേഹം കൊണ്ടുപോയി പുഴുങ്ങി തിന്ന്. അല്ല, പിന്നെ അല്ലാണ്ട് എന്ത് പറയാൻ? സ്വീകരിച്ചോന്ന് വേണ്ട, അത് അർച്ചന 8.3 മാർക്സ്. താങ്ക് യു ശരത് സർ. ചേച്ചി? ഞാനും അതാണ് ആദ്യം ഞെട്ടിപ്പോയത്. സാർ 7.5 ആണ് ഇട്ടത്. അർച്ചനയുടെ ആണോ എന്റെ ആണോ റിലേ പോയത്? ഒരു സംശയം. ഞാനിട്ടത് 8.5 ആ. താങ്ക് യു ചേച്ചി. ഷാനിക്ക? ഓക്കെ, സോ ടോട്ടൽ 16.8. സൂപ്പർ. ഇത്രേ ഉള്ളു കാര്യം. പാടാൻ വരുന്നു ഗോവിന്ദ്.
രാജീവം വിടരും നിൻമിഴികൾ കാശ്മീരം ഉതിരും നിൻ ചൊടികൾ രാജീവം വിടരും നിൻമിഴികൾ കാശ്മീരം ഉതിരും നിൻ ചൊടികൾ എന്നിൽ പൂക്കുമ്പോൾ ഹൃദയമയി നീ കേൾക്കാനായി പ്രണയപദം ഞാൻ പാടുന്നു ഹൃദയമയി നീ കേൾക്കാനായി പ്രണയപദം ഞാൻ പാടുന്നു ഒരു സ്വരമായി ഒരു ലയമായി അരികിൽ വരാൻ അനുമതി നീ അരുളൂ രാജീവം വിടരും നിൻമിഴികൾ കാശ്മീരം ഉതിരും നിൻ ചൊടികൾ എന്നിൽ പൂക്കുമ്പോൾ గమ బప్పని సని సగమమ్మ గగ్గ సని సబమ బగమ సగమని పని మ బగమ పసని సపని మ బగమ పని స గ గ గ గ గ గ పాప స గ గ పాప 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 స గ గ గ గ గ గ പനിനീർ സൂനം കവിളിൽ പേരും ഷാരോണിൻ കവികൾ വാഴ്ത്തി കുളിരിൽ മൂടും ഷാരോണിൻ പനിനീർ സൂനം കവിളിൽ പേരും ഷാരോണിൻ കവികൾ വാഴ്ത്തി കുളിരിൽ മൂടും ഷാരോണിൻ അഴകല്ലേ നീ എന്നുയിരല്ലേ നീ അഴകല്ലേ നീ എന്നുയിരല്ലേ നീ നിൻ മൗനം മാറ്റാൻ എന്നിൽ നിന്നൊരു ഗാനം രാജീവം വിടരും നിൻമിഴികൾ കാശ്മീരം ഉതിരും നിൻ ചൊടികൾ എന്നിൽ പൂക്കുമ്പോൾ പലനാൾ നിന്റെ വരവും നോക്കി ഞാൻ നിന്നു കളികൾ ചൊല്ലി മധുരം കോരി ഞാൻ തന്നു പലനാൾ നിന്റെ വരവും നോക്കി ഞാൻ നിന്നു കളികൾ ചൊല്ലി മധുരം കോരി ഞാൻ തന്നു അറിയില്ലേ നീ ഒന്നലിയില്ലേ നീ അറിയില്ലേ നീ ഒന്നലിയില്ലേ നീ നിൻ രൂപം മേവും നെഞ്ചിന്നാദം കേൾക്കൂ രാജീവം വിടരും നിൻമിഴികൾ കാശ്മീരം ഉതിരും നിൻ ചൊടികൾ എന്നിൽ പൂക്കുമ്പോൾ ഹൃദയമയി നീ കേൾക്കാനായി പ്രണയപദം ഞാൻ പാടുന്നു ഹൃദയമയി നീ കേൾക്കാനായി പ്രണയപദം ഞാൻ പാടുന്നു ഒരു സ്വരമായി ഒരു ലയമായി അരികിൽ വരാൻ അനുമതി നീ അരുളൂ രാജീവം വിടരും നിൻമിഴികൾ കാശ്മീരം ഉതിരും നിൻ ചൊടികൾ എന്നിൽ പൂക്കുമ്പോൾ ഗോവിന്ദ് പറു എന്താ തോന്നിയേ? അല്ലറ ചില്ലറ പ്രശ്നങ്ങൾട്ടായി തോന്നുന്നുണ്ട്. ആണോ ചേച്ചി? എന്താ തോന്നുന്നു? ഞാൻ ഞെട്ടിപ്പോയി ആദ്യം. സാധാരണ എല്ലാ കണ്ടസ്റ്റൻസിനെയും പാറു ഇങ്ങനെ കയറിയിട്ട് പേര് വിളിക്കുമ്പോഴത്തേക്ക് യെസ് എന്ന് അങ്ങനെയൊക്കെ ഉള്ളു. ഗോവിന്ദ്, പാറു, എന്താണ് ഗോവിന്ദ് വന്ന് നിൽക്കുമ്പോഴേ നമുക്ക് തോന്നും ആരെയോ വളയ്ക്കാനുള്ള പരിപാടിയാണ്. പാട്ട് അവസാനം ആയപ്പോഴത്തേക്ക് അങ്ങോട്ട് നോക്കിയിട്ട് ഒരു പാട്ടുണ്ടായിരുന്നു. അതിൽ ആരെയാ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. നീ ആരെ നോക്കിയത് ശരിക്കും പാടിയേ? അല്ല അങ്ങനെ എന്തായാലും ഇന്നലെ കണ്ണട എനിക്ക് വേണ്ടിട്ട് അങ്ങനെ ഇന്നതൊന്നുമില്ല. അല്ല
അല്ല ഇന്നലെ കണ്ണട ഊരിയല്ലോ, അതുകൊണ്ട് അനഘയ്ക്ക് വേണ്ടിട്ടാ ഡെഡിക്കേറ്റ് ചെയ്ത്. എവിടെ അനഘ എവിടെ? ആര് പഞ്ചാര കുഞ്ചു കണ്ണട വെച്ചിട്ടില്ല. അത് ഞാൻ പറഞ്ഞിട്ടല്ല. അനഘ കണ്ണട എവിടെ? ബാക്കില് അത് കളഞ്ഞു. ബാക്കില് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന്. ആണല്ലേ? എല്ലാരും ഉണ്ണിയപ്പം കൊണ്ടുവന്ന് അടി വെക്കുക, കണ്ണാടി ബാക്കി വെക്കുക, നേരെ ഒരു സ്ഥലത്ത് വെക്കുക. ഇതൊരു പഞ്ചാര കുഞ്ചു ആണ്. അങ്ങനൊന്നുമില്ല. അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞ കാര്യമില്ലല്ലോ. ആദ്യം വന്ന ഉടനെ ഒരു ഇൻട്രൊഡക്ഷൻ ഞങ്ങൾക്ക് തന്നു, ഞങ്ങളൊരു വിലയിരുത്തി. പിന്നെ അതിനുശേഷം ഇവിടെ നടക്കുന്ന കഥകളൊക്കെ ഞങ്ങൾ അറിയുന്നുണ്ട്. ഇതൊന്നും ഞങ്ങൾ അറിയുന്നില്ലെന്ന് വിചാരിക്കല്ലേ. ഞങ്ങൾക്ക് അപ് ടു ഡേറ്റ് ന്യൂസാ. ഗ്രൂമിങ്ങിന് പോയാൽ ഇവര് ന്യൂസ് തരും ഞങ്ങൾക്ക്. കപ്പല് മുങ്ങരുത്. അങ്ങനൊന്നുമില്ല. ഇല്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ. ഓക്കെ, ചോദിക്കാം. ശരത് സർ. ഗോവിന്ദ് സാർ, ഗോവിന്ദന്റെ ഉടുപ്പ് എനിക്ക് ഇഷ്ടമായി. ഒരു ചിരഞ്ജീവി സാറിന്റെ പടം കണ്ട പോലെ വെരി കളർഫുൾ. അതിലില്ലാത്ത ഏതെങ്കിലും ഒരു കളറുണ്ടോ? ഇതിലില്ലാത്ത കളറില്ല. ആ, നന്നായി. നല്ല പാട്ട്, ഒരു ബ്യൂട്ടിഫുൾ കോമ്പസിഷൻ. അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ കേൾക്കട്ടെ. ലിറിക്സ് ചെയ്തിരിക്കുന്നത് പൂവച്ചൽ ഖാദർ സാറാണ്. പൂവച്ചൽ അഖാദറോ? പൂവച്ചൽ ഖാദർ. മ്യൂസിക് രവീന്ദ്ര മാഷാണ്. പാടിയിരിക്കുന്നത് ദാസാറാണ്. ആഹാ, എന്ത് വേണം ഇതിൽ കൂടുതൽ? ഏതാ ഫിലിം? ബെൽറ്റ് മത്തായി. പാറു, ഈ അണ്ണാൻകുഞ്ഞിനെ മരം കയറാൻ പഠിപ്പിക്കണ്ടെന്ന് പറയും. മാക്രി കൊച്ചിനെ വെള്ളത്തിൽ ചാടാൻ പഠിപ്പിക്കണ്ടെന്ന് പറയും. അതുപോലെ ഈ റൊമാൻറ്റിക് പാട്ട് പാടാൻ ഗോവിന്ദന് ആർക്കെങ്കിലും ക്ലാസ് എടുക്കാൻ പറ്റുമോ? ഹൈലി റൊമാൻറ്റിക് ഫെലോ. വേണ്ട അല്ലേ നിനക്ക്? ഇല്ല, ക്ലാസ് എന്തായാലും കിട്ടിയിട്ടുണ്ട്. എവിടുന്ന്? അനഘയുടെ കയ്യിൽ നിന്ന്? അല്ലല്ല, പിന്നെ നമ്മളെ ഗ്രൂമേഴ്സ്. അയ്യോ, അവരെ വിശ്വസിക്കരുത് ഇക്കാര്യത്തില്. അവര് ഭീകര റൊമാൻറ്റിക് ആണ്. ആ രൂപേഷൊക്കെ ഒരു നിവൃത്തിയില്ലാത്ത മനുഷ്യന് കേട്ടോ. രൂപേഷ് സാറിനെ മാതൃകയാക്കാറുണ്ട്. മാതൃക ചുമ്മാ അല്ല നീ ഇങ്ങനെ ആയിപ്പോയത്. അതൊക്കെ അല്ല, കുറച്ചൊക്കെ എല്ലാം ഒക്കെ ആവാം കേട്ടോ. അതൊരു നമ്മളൊരു പരിധി വിടാണ്ട് നോക്കിയാൽ മതി. ആർക്കും അപകടം സംഭവിക്കാതിരിക്കട്ടെ. ഇനി ഇവൻ എന്നെ ചെയ്യുന്ന ശരത് സാർ എന്ന് അങ്ങനെ പറഞ്ഞായിരുന്നു. തല്ലിക്കൊല്ലു അവനെ ഉറപ്പായി. ഗോവിന്ദേ, നന്നായിട്ട് പാടി ഗോവിന്ദ. നല്ലൊരു സുഖമുണ്ടായിരുന്നു പാടുന്ന കേൾക്കാൻ. റൊമാൻറ്റിക് ആയിട്ട് പാടി. അതാണ് വേണ്ടത്. ആ സ്വരം ഒന്ന് കേൾക്കാം. അതൊന്ന് കൃത്യമായിട്ട് പാടിയേ. അടുത്ത രവീന്ദ്ര മാഷിനെ ഓർത്ത് കേട്ടോ. ഇത് പാടുമ്പോഴേ മാഷിനാണ് ഞാൻ എങ്ങനെ ഷാൻ്റെ അടുത്ത് പറയായിരുന്നു. മാഷിന് ഈ കർണാട്ടിക് കൃതികൾ, ഈ പഠിച്ച കാര്യങ്ങളൊക്കെ ഏതെങ്കിലും വിധത്തിൽ ഈ പാട്ടുകളിൽ ചാൻസ് കിട്ടിയാൽ യൂസ് ചെയ്യും മാഷ്. അതൊരു മാഷിൻ്റെ സന്തോഷമാണ്. അത് കുത്തുപാട്ടാണെങ്കിലും കുഴപ്പമില്ല, അതിലൊരു കൃതി ഒക്കെ ചുമ്മാതെ വെച്ച് അതൊരു സന്തോഷം. കുറച്ച് സ്വരങ്ങൾ, അതൊക്കെ രവീന്ദ്ര മാഷിൻ്റെ ഒരു സ്റ്റാമ്പാണ്. ഞാൻ മാഷിനെ ഇങ്ങനെ ഓർത്തു പോയി പെട്ടെന്ന്. അപ്പം അതൊക്കെ ഉള്ളു, വേറെ ഒന്നുമില്ല. പക്ഷെ എനിക്കിഷ്ടമായി കേട്ടോ പാടിയത്. താങ്ക് യു സാർ. എന്നെ മൊത്തത്തിൽ കാണാനും ഒരു ചന്തമുണ്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു ശരത് സാർ. ഷാനിക്ക. ഗോവൻ, ഷാനിക്ക നന്നായിട്ട് പാടിയടാ. താങ്ക് യു സാർ. എനിക്ക് ഫീൽ ചെയ്തത് ഇത് തന്നെയാണ്. ഭയങ്കര റൊമാൻസ് ഉണ്ടായിരുന്നു ആ ഒരു സിംഗിങ്ങിൽ. അത് ആക്ച്വലി അതൊരു പാട്ടിൽ കൊണ്ടുവരാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ ഗോവിന്ദൻ്റെ അപ്രോച്ച് കറക്റ്റായിരുന്നു ഈ പാട്ടിലേക്കുള്ള. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, പലരും പാട്ടിനെ ടെക്നിക്കലായിട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്. ഓക്കെ, ഇന്ന നോട്ട് ഹിറ്റ് ചെയ്യണം, ഇന്ന ഇത് ഹിറ്റ് ചെയ്യണം. അപ്പോൾ തിങ്കിങ് മാറും. ഭയങ്കര ആ ഒരു അപ്രോച്ച് ഗോവിന്ദിൻ്റെത് ഇത്തവണ കറക്റ്റായിരുന്നു. പിന്നെ ഉള്ളിലുള്ള ആ ഒരു റൊമാൻസ് ആയിരിക്കാം. ഒരു ഗുരു ഗുരുവോ? ഗുരു ഷാനിക്കാണ് ഗുരു എന്നോ? ഇതിപ്പോ ആരൊക്കെയാ നിന്റെ ഗുരു? ഒന്ന് കേക്കട്ടെ ഷാൻ. എന്താണ് അത്? നീ എങ്ങനെയാ, നീ എന്താ പഠിച്ചത്? എന്തുകൊണ്ടാണ് നീ പറഞ്ഞത് ഞാനാണ് നിന്റെ ഗുരു? ഷാനിക്കേനെ ഒരു റൊമാൻറ്റിക് ചെറിയ കാരണമാണ്. അതെ അതെ, അതുകൊണ്ട് തമാശയാണ്. അതിപ്പോ എന്തായാലും ആൾക്കാർ പറഞ്ഞു. ഇല്ല, അതൊക്കെ ആലോചിച്ച് ഷാൻ്റെ എത്ര ദിവസത്തെ ഉറക്കം പോയി.
എന്റെ ഉറക്കം കളഞ്ഞു അവന് വിളിച്ചിട്ട്. എന്റെ ശരത്തേട്ടാ. അയ്യോ എന്നാ ഗുരു പറയൂ. ഞാനല്ല നിന്റെ ഗുരു കേട്ടോ. ആ റൊമാൻസ് കളയരുത് കേട്ടോ. ഇല്ല ഈ പാട്ടിനോടുള്ള ആ ഒരു അപ്രോച്ച്. കഴിഞ്ഞ തവണ അടിപൊളി പാട്ടിന് ഏതായിരുന്നു പാടിയത്? അണ്ണാത്ത ആടറ. ആ ഓക്കെ, ഇത് എന്തായാലും കലക്കി, നന്നായിട്ടുണ്ട്. താങ്ക് യു ഷാനിക്ക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ചേച്ചി ഗോവിന്ദ് ചേച്ചി. ഗോവിന്ദ് എനിക്ക് നല്ല ഇമ്പ്രൂവ്മെന്റാ തോന്നിയത്. കഴിഞ്ഞ പെർഫോമൻസിനേക്കാളും വളരെ നന്നായി പാടി. താങ്ക് യു ചേച്ചി. ആ ഒരു ടോട്ടലി മ്യൂസിക്കിനോട് കുറച്ചുകൂടി ഒരു ഫോക്കസ് വന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. ഉഴപ്പിയില്ല. നല്ല ഞാൻ ശരത് സർ പറഞ്ഞ അതേ പോയിന്റ്സ് തന്നെയാണ് ഞാൻ മാർക്ക് ചെയ്ത് തന്നെയാണ്. അപ്പം അതിലോട്ട് കടക്കുന്നില്ല, കാരണം അത് പാടിച്ചു, കറക്റ്റ് ചെയ്തു. ആ ലാസ്റ്റിലത്തെ എക്സ്പ്രഷൻസ് ഒക്കെ എന്നുവെച്ചാൽ ലാസ്റ്റ് പല്ലവി ആയപ്പോഴത്തേക്ക് കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആയി, കുറച്ച് ധൈര്യം വന്നു. ആ തുടക്കത്തിലുള്ള ഒരു കോൺഫിഡൻസ് കുറവ് ചെറിയൊരു ഭാഗത്ത് മാത്രം, അല്ലാതെ ഭംഗിയായിട്ട് പാടി. നല്ല രസമുണ്ടായിരുന്നു. നല്ല പാട്ടാണ് സെലക്ട് ചെയ്തത്. സെലക്ഷന് വലിയൊരു കൈയടി. ഇത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. അപ്പൊ അമ്മ എപ്പോഴും പറയാറുണ്ട് ഈ ഒരു പാട്ടൊക്കെ എപ്പോഴെങ്കിലും പാടണം സ്റ്റേജിൽ. ഞാൻ ഇതുവരെ പാടിയിട്ടില്ല, ഇന്നാണ് പാടുന്നത്. ഓ, അമ്മയ്ക്കൊരു വലിയ കൈയടി. അതെ, അതുപോലെ ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് മുന്നോട്ട് പോവുക. കാരണം നമുക്ക് ഫാസ്റ്റ് നമ്പേഴ്സ് ആയാലും ഇപ്പൊ കഴിഞ്ഞതിന്റെ കമന്റ്സ് ഒക്കെ ഗോവിന്ദിന് ഓർമ്മയുണ്ടല്ലോ, അതിനേക്കാളും ഒക്കെ ഒരുപാട് നന്നായി. ഫാന്റാസ്റ്റിക്. നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് ആളുടെ. ഉള്ളില് പ്രണയം ശരിക്കും പാട്ടില് ഇപ്പൊ ഉള്ളില് പ്രണയം ഉണ്ടെങ്കിൽ അത് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണ നിർബന്ധമൊന്നുമില്ല. പക്ഷെ പാട്ടിൽ അത് എക്സ്പ്രഷൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് ഹെൽപ്പ് ചെയ്തു. ശരിക്കുള്ള വികാരം പാട്ടിലൂടെ പുറത്ത് വന്നു, സഹായിച്ചു. എന്തായാലും നൈസ്, വെരി നൈസ്. അപ്പൊ മുന്നോട്ടുള്ള പാട്ടുകളൊക്കെ ഗംഭീരാവട്ടെ. ഇതുപോലെ സപ്പോർട്ട് ചെയ്ത് വിടുക. ഇനി ആർക്കെങ്കിലും ഉണ്ടോ കണ്ണട മാറ്റാൻ? ഓ, എന്റെ പഞ്ചസാര ഉമ്മയ്ക്കുണ്ടോ ഒരു കണ്ണട? ഗോവിന്ദ് മിക്കവാറും മറ്റേ ആ പടമില്ലേ ചന്ദ്രലേഖ സാറ് കണ്ടിട്ടില്ലേ? കമോൺ എഴുന്നേൽക്കൂ, എഴുന്നേറ്റ് നടക്കൂ, അതുപോലെ എല്ലാവരും ഈ കണ്ണ് കാണുന്നില്ലാതെ ഒരു കണ്ണടയൊക്കെ മാറ്റി നിങ്ങൾക്ക് കാണാം. അത് കിട്ടാണ്ട് നോക്കിയോ, അത് കിട്ടാണ്ട് നോക്കിയോ. എന്തായാലും ഗോവിന്ദ് വെരി നൈസ് ഇംപ്രൂവ്മെന്റ്. ഓക്കെ, ഗോഡ് ബ്ലെസ് യു എല്ലാത്തിലും. ഓക്കെ ഗോവിന്ദ്, അപ്പൊ നമുക്ക് മാർക്സ് ചോദിക്കാം. ഗോവിന്ദേ 8.1 മാർക്ക്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ചേച്ചി ഗോവിന്ദ് നല്ല ഇംപ്രൂവ്മെന്റ് 8.3. താങ്ക് യു ചേച്ചി. ഷാനിക്ക ഓക്കെ, സോ ടോട്ടൽ 16.4. താങ്ക് യു. കഴിഞ്ഞോണം എത്രയായിരുന്നടാ? 7.7. അപ്പൊ ഇംപ്രൂവ്മെന്റ്. ഓക്കെ.